റോപ്പ് റെസ്ക്യൂ ആൻഡ് ഇംപ്രവൈസേഷൻ എന്ന മൊഡ്യൂളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ മൊഡ്യൂളിന്റെ അവസാനത്തോടെ നിങ്ങൾക്ക് ഇനി പറയുന്നവ മനസ്സിലാക്കാം. ഒരു റോപ്പ് എന്താണെന്ന് വിശദീകരിക്കുക, റോപ്പിന്റെ കെട്ടുകളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പദങ്ങൾ തിരിച്ചറിയുക, കയറുകൾ കൈകാര്യം ചെയ്യുമ്പോഴുള്ള സുരക്ഷാ മുൻകരുതലുകൾ വിശദീകരിക്കുക, വിവിധതരം നോട്ട്സുകൾ, ഹിച്ചസുകൾ, ബെൻഡുകൾ എന്നിവ വേർതിരിക്കുകയും തിരിച്ചറിയുകയും ചെയ്യുക, റോപ്പ് റെസ്ക്യൂ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന വൈവിധ്യമാർന്ന ഉപകരണങ്ങൾ തിരിച്ചറിയുക, റോപ്പ് റെസ്ക്യൂ സാഹചര്യങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരുടെ പങ്ക് വിശദീകരിക്കുക. ഈ മൊഡ്യൂളിൽ രക്ഷാപ്രവർത്തകർ കയറുകൾ ഉപയോഗിക്കുന്ന വിവിധ മാർഗങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. റെസ്ക്യൂ ലോകത്തെ മറ്റെല്ലാ വിഷയങ്ങളുടെയും അടിസ്ഥാനം റോപ്പ് റെസ്ക്യൂ ആണ് എന്ന് നിങ്ങൾക്കറിയാമോ? വെള്ളം, കിടങ്ങ്, മറ്റ് തകർച്ചകൾ എന്നിവയിൽ നിന്ന് ഇരകളെ രക്ഷിക്കാൻ റോപ്പ് റെസ്ക്യൂ ഉപയോഗിക്കുന്നു. കയർ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ആരംഭിക്കാം. ഒരു കയർ നിർമ്മിച്ചിരിക്കുന്നത് വിവിധ നൂലുകളോ നാരുകളോ ഇഴകളോ ഉപയോഗിച്ച് നെയ്തെടുത്താണ് വലുതും ശക്തവുമായ കയർ നിർമ്മിക്കുന്നത്. കയറുകൾക്ക് ടെൻസൈൽ ശക്തിയുണ്ട്. അതിനാൽ വലിക്കൽ, ഉയർത്തൽ തുടങ്ങിയ വിവിധോദ്ദേശ ജോലികൾക്കായി അവ ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് വിവിധതരം കയറുകളെക്കുറിച്ച് പഠിക്കാം. നാച്ചുറൽ ഫൈബർ, സിന്തറ്റിക് ഫൈബർ, വയർ റോപ്പ് എന്നിവയാണ് 3 തരം കയറുകൾ. ഇനി വ്യത്യസ്തങ്ങളായ കയർക്കെട്ടുകളെ കുറിച്ച് നമുക്ക് പഠിക്കാം. കയർക്കെട്ടിന്റെ നിരവധി ചിത്രങ്ങൾ ഇവിടെ കൊടുക്കുന്നു. ഓരോന്നിനെ കുറിച്ചും അറിയാൻ ഓരോ പിക്ചറിലും ക്ലിക്ക് ചെയ്യുക. റണ്ണിംഗ് അല്ലെങ്കിൽ വർക്കിംഗ് എൻഡ് എന്നത് ഒരു കയറിന്റെ തുടക്കമാണ്. ഇത് സജീവമായ ഒരു കെട്ടഴിക്കാൻ നിങ്ങൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന പാർട്ടാണ്. ബിറ്റർ എൻഡ് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് എൻഡ് എന്നത് റണ്ണിംഗ് എൻഡിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന കയറിന്റെ ഭാഗമാണ്. ഇത് കയറിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗമായി കണക്കാക്കാം. യഥാർത്ഥത്തിൽ ക്രോസ് ഓവർ ചെയ്യാതെ തന്നെ ഇരട്ടിയായി വരുന്ന കയറിന്റെ ഭാഗമാണ് ബൈറ്റ് എന്നറിയപ്പെടുന്നത്. ഒരു ബൈറ്റ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു ലൂപ്പ് സൃഷ്ടിക്കപ്പെടുന്നു. അത്തരത്തിലുള്ള 2 കയറുകൾ ഒന്നിച്ചോ മറ്റൊരു വസ്തുവിലോ ഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കയറിന്റെ ഇഴചേർന്ന ലൂപ്പാണ് ഒരു കെട്ട്. ഉപയോഗത്തിലില്ലാത്തപ്പോൾ പോലും അതിന്റെ ആകൃതിയോ രൂപമോ ആ കെട്ട് നിലനിർത്തുന്നു. എൻഡ് അല്ലെങ്കിൽ ഹിച്ച് എന്നത് കയറുകൾ ഒന്നിച്ച് ബന്ധിപ്പിക്കുന്നതിനോ കെട്ടുന്നതായ ഒരു മാർഗമാണ്. ഉപയോഗത്തിലില്ലാത്തപ്പോൾ അല്ലെങ്കിൽ അതിനെ ചുറ്റി ഏതെങ്കിലും ഒരു വസ്തു പൊതിഞ്ഞിട്ടില്ലാത്തപ്പോൾ അത് അതിന്റെ രൂപം നിലനിർത്തുന്നുമില്ല. 2 കയറിന്റെ അറ്റങ്ങൾ അഴിച്ച് ഒരുമിച്ച് കൂട്ടിച്ചേർത്താണ് സ്പ്ലൈസ് നിർമ്മിക്കുന്നത്. ഒരേ ദിശയിലുള്ള ഒരു നൈലോൺ ക്യാമ്പിൽ മടഞ്ഞിരിക്കുന്ന തുടർച്ചയായ ഫിലമെന്റ് പോളിസ്റ്റർ കവറിന്റെ നിർമ്മാണമാണ് കർണമെന്റൽ കയർ അല്ലെങ്കിൽ കോർ ഷീറ്റ് എന്നറിയപ്പെടുന്നത്. രക്ഷാപ്രവർത്തനത്തിന്റെയും റാപ്ലിംഗിന്റെയും പ്രവർത്തനങ്ങൾക്കായി ഇത് കൃത്യമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇനി നമ്മൾ പഠിച്ച പദങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ധാരണ പരിശോധിക്കാം. ഒരു പ്രവർത്തനം നടത്താം. ഉചിതമായ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് വാക്യം പൂർത്തിയാക്കി സമർപ്പിച്ച് ക്ലിക്ക് ചെയ്യുക. ഇനി ഒരു കയർ എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കാം. റിവർ ക്രോസിംഗ്, റോക്ക് ക്ലൈംബിംഗ്, റാപ്ലിംഗ് എന്നിവയ്ക്ക് നമുക്ക് കയർ ഉപയോഗിക്കാം. ഇനി ഒരു കയർ എങ്ങനെ സുരക്ഷിതമായി സൂക്ഷിക്കാമെന്ന് നോക്കാം. ഒരു കയറിൽ നടക്കുന്നതും നിൽക്കുന്നതും നാം ഒഴിവാക്കണം. ഒരു കയർ അനാവശ്യമായി വലിച്ചിടരുത്. ഇത് കാരണം ഇത് വേഗത്തിൽ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ആവശ്യമില്ലെങ്കിൽ ഒരു കയർ കെട്ടി ദീർഘനേരം വെക്കരുത്. എല്ലാ കെട്ടുകളും എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുക. കയർ വൃത്തിയാക്കൽ ആവശ്യമാണെങ്കിൽ ശുദ്ധജലം ഉപയോഗിച്ച് കഴുകുക. എന്നിട്ട് ബാഗ് ചെയ്യുന്നതിന് മുമ്പ് നനഞ്ഞ കയർ ഉണക്കുക. എന്നിരുന്നാലും സൂര്യന്റെ അൾട്രാവയലറ്റ് കിരണത്തിന് വിധേയമായാൽ കയർ കേടാകും. അതിനാൽ കുറഞ്ഞ സമയത്തേക്ക് മാത്രം കയർ ഉണക്കുക. ഇപ്പോൾ കയറുകൾ ഉപയോഗിച്ച് ഉള്ള നോട്ട്സ്, ഹിച്ചസ് ആൻഡ് ബെൻഡ്സ് എന്നിവ നിങ്ങൾ നോക്കി. ഇനി നമുക്ക് വ്യത്യസ്തതരം കെട്ടുകളിൽ നിന്ന് ആരംഭിക്കാം. പ്രധാനമായും 3 തരം കെട്ടുകളാണ് ഉള്ളത്. അവ തമ്പ് നോട്ട്,
റീഫ് നോട്ട്, ഗ്രാനി അല്ലെങ്കിൽ തീഫ് നോട്ട് എന്നറിയപ്പെടുന്നു. ഒരു കയറിന്റെ അറ്റത്ത് താൽക്കാലിക ഫിനിഷിംഗ് നൽകാനാണ് തമ്പ് നോട്ട് ഉപയോഗിക്കുന്നത്. ഒരു ബ്ലോക്കിലൂടെയോ ഒരു ചെറിയ വളയത്തിലൂടെയോ കയർ വഴുതിപ്പോകുന്നത് തടയാൻ ഈ നോട്ട് ഉപകരിക്കുന്നു. ഒരു തീഫ് നോട്ട് എങ്ങനെ കെട്ടാം എന്ന് നമ്മതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് നോക്കാം. വീഡിയോ പ്ലേ ചെയ്യാൻ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുല്യ ചുറ്റളവുകളുള്ള രണ്ട് കയറുകൾ യോജിപ്പിക്കാനാണ് റീഫ് നോട്ട് ഉപയോഗിക്കുന്നത്. ഒരു റീഫ് നോട്ട് എങ്ങനെ കെട്ടാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് നോക്കാം. വീഡിയോ പ്ലേ ചെയ്യാൻ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഗ്രാനി നോട്ട് അല്ലെങ്കിൽ തീഫ് നോട്ട് എന്നത് റീഫ് നോട്ടിനോട് സാമ്യമുള്ളതാണ്. എന്നാൽ ഇവ സുരക്ഷിതമല്ല. കാരണം രണ്ട് കയറുകളിലും വലിക്കുമ്പോൾ വഴുതി വീഴാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു തീഫ് നോട്ട് അല്ലെങ്കിൽ ഗ്രാനി നോട്ട് എങ്ങനെ കെട്ടാമെന്നതിനെ കുറിച്ച് വീഡിയോ കാണാൻ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഹിച്ചുകളെ കുറിച്ച് പഠിക്കാം. ഒരു വസ്തുവിൽ കയർ ഘടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കെട്ടിനെയാണ് ഹിച്ച് എന്ന് പറയുന്നത്. 4 തരം ഹിച്ചുകളാണ് ഉള്ളത്. അവ ടിംബർ ഹിച്ച്, റൗണ്ട് ടേൺ വിത്ത് 2 ഹാഫ് ഹിച്ച്, പ്രൂസിക് ഹിച്ച് ആൻഡ് ക്ലോവ് ഹിച്ച് എന്നിവയാണ്. ഒരു മരത്തടി പോലുള്ള വലിയ ഭാരം വഹിക്കാൻ കയർ ഉപയോഗിക്കേണ്ടി വരുമ്പോഴാണ് ടിംബർ ഹിച്ച് ഉപയോഗിക്കുന്നത്. കയറിൽ വലിക്കുന്ന ഭാരം കൂടുന്തോറും കെട്ട് കൂടുതൽ മുറുകും. എന്നിരുന്നാലും കെട്ടുമുറുകി ജാം ആകുന്നില്ല. എളുപ്പത്തിൽ പഴയപടിയാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ടിംബർ ഹിച്ച്. ടിംബർ ഹിച്ച് എങ്ങനെ കെട്ടാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് നോക്കാം. വീഡിയോ കാണാൻ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നോൺ സ്ലിപ്പ് അറ്റാച്ച്മെന്റ് ആവശ്യമായ 2 ഹിച്ചുകൾ ആവശ്യമുള്ളപ്പോൾ 2 ഹാഫ് ഹിച്ചിട്ടുള്ള യൂട്ടിലിറ്റി ഹിച്ച് അത്യാവശ്യമാണ്. ഇതെങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നോക്കാം. ഒരു യൂട്ടിലിറ്റി നോട്ട് നിർമ്മിക്കുന്നതിന് ആദ്യം ഒരു റൗണ്ട് ടേൺ ഉണ്ടാക്കുക. അടുത്തതായി രണ്ടാമത്തെ ഹിച്ച് നിർമ്മിക്കുക. 2 ഹാഫ് ഹിച്ചുകൾ ഉപയോഗിച്ച് ഒരു റൗണ്ട് ടേൺ എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് നോക്കാം. വീഡിയോ കാണാൻ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പ്രൂസിക് ഹിച്ച് എന്നത് മുൻകൂട്ടി കെട്ടിയിരിക്കുന്ന 8 mm ആക്സസറി കോഡിൽ നിന്നാണ് രൂപപ്പെടുന്നത്. രക്ഷാപ്രവർത്തകർ 3 റാപ്പ് പ്രൂസിക് ഹിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. ഒരു 3 റാപ്പ് പ്രൂസിക് ഹിച്ച് 600 പൗണ്ട് അല്ലെങ്കിൽ 270 kg ഭാരം വഹിക്കാൻ പ്രാപ്തിയുള്ളതാണ്. ഒരു പ്രൂസിക് ഹിച്ച് എങ്ങനെ കെട്ടാമെന്നതിനെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് നോക്കാം. വീഡിയോ പ്ലേ ചെയ്യാൻ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.
ഒരു കയറിന്റെ അറ്റം വേഗത്തിൽ കെട്ടാൻ ക്ലോ ഹിച്ച് ഉപയോഗിക്കുന്നു. ഇത് നിങ്ങൾ വീഴില്ലെന്ന് ഉറപ്പുവരുത്താവുന്നതും ക്രമീകരിക്കാവുന്നതുമായ ഒരു ഹിച്ചാണ്. റാപ്പിങ്ങിനും ഗ്രാഫിങ്ങിനും ക്ലോ ഹിച്ച് ആണ് ഉപയോഗിക്കുന്നത്. എന്നിരുന്നാലും ക്ലോ ഹിച്ച് വഴുതലിന് കാരണമാകുന്നു. ഇതൊരു ടൈ ഓഫ് ആയി അല്ലെങ്കിൽ ആങ്കർ കെട്ടിന് പകരമായി ഉപയോഗിക്കാവുന്ന ഒന്നല്ല. ഒരു ക്ലോ ഹിച്ച് എങ്ങനെ കെട്ടാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് നോക്കാം. വീഡിയോ കാണാൻ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. രണ്ട് നീളമുള്ള കയറുകൾ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തരം കെട്ടാണ് ബെൻഡ് എന്നറിയപ്പെടുന്നത്. അസെൻഡിങ്ങിനും ലോഡുകൾ സുരക്ഷിതമാക്കാനും ഉൾപ്പെടെ വിവിധ സാഹചര്യങ്ങളിൽ ബെൻഡുകൾ ഉപയോഗിക്കുന്നു. 6 തരം ബെൻഡുകൾ നിലവിലുണ്ട്. അവ ഷീറ്റ് ബെൻഡ്, ഡബിൾ ഷീറ്റ് ബെൻഡ്, സ്ക്വയർ ബെൻഡ്, ഓവർഹാൻഡ് ഫ്ലോ ത്രൂ ബെൻഡ്, ഡബിൾ ഓവർഹാൻഡ് ബെൻഡ്, ഡബിൾ ബക്കറ്റ് ബെൻഡ് എന്നിവയാണ്. അസമമായ വലിപ്പമുള്ള രണ്ട് കയറുകൾ കൂട്ടിച്ചേർക്കാൻ ഷീറ്റ് ബെൻഡ് ഉപയോഗിക്കുന്നു. ഷീറ്റ് ബെൻഡ് എങ്ങനെ കെട്ടാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് നോക്കാം. വീഡിയോ കാണാൻ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സിംഗിൾ ഷീറ്റ് ബെൻഡിന്റെ അതേ ആവശ്യത്തിനാണ് ഇരട്ട ഷീറ്റ് ബെൻഡ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത് പഴയപടിയാക്കാൻ എളുപ്പമാണ്. അസ്വാഭാവികമായി സ്ഥാപിച്ചിരിക്കുന്ന വളയത്തിൽ കയർ ഘടിപ്പിക്കാനും വലിയ ലൂപ്പ് രൂപപ്പെടുത്താനും കെട്ട് കൂടുതൽ ആക്സസ് ചെയ്യാനും ഇത് ഉപയോഗിക്കുന്നു. റൗണ്ട് ടേൺ 2/2 ഹിച്ച് പോലെയോ ഫിഷർമാൻ ബെൻഡ് പോലെയോ ഇത് എളുപ്പത്തിൽ ജാം ആകുന്നില്ല. ഒരു ഇരട്ട ഷീറ്റ് ബെൻഡ് എങ്ങനെ കെട്ടാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് നോക്കാം. വീഡിയോ കാണാൻ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. രണ്ട് സ്ട്രാൻഡുകളെ ബന്ധിപ്പിക്കുന്നതിനാണ് സ്ക്വയർ ബെൻഡ് ഉപയോഗിക്കുന്നത്. ഇത് പ്രാഥമികമായ നോൺ ലൈവ് സുരക്ഷാ സാഹചര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഒരു സ്ക്വയർ ബെൻഡ് എങ്ങനെ കെട്ടാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് നോക്കാം. വീഡിയോ കാണാൻ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഒരു മൾട്ടി പോയിന്റർ ആങ്കറുമായി ബന്ധിപ്പിക്കുന്നതിന് രണ്ട് എൻഡുകളെ ഒന്നിച്ചു ചേർത്ത് കെട്ടി ഒരു റണ്ണർ ഉണ്ടാക്കുന്നതിനെയാണ് ഓവർഹാൻഡ് ഫോളോ ത്രൂ ബെൻഡ് എന്നറിയപ്പെടുന്നത്. ടാബുലർ വെബിംഗ് ഒരു സ്ലിപ്പറി ആണ്. അതിനാൽ ഒരു കൈ വീതി അല്ലെങ്കിൽ കുറഞ്ഞത് 2 ഇഞ്ച് അതിന്റെ എൻഡിൽ ഇടുവാൻ ശ്രദ്ധിക്കണം. കൂടാതെ വഴുവഴുപ്പുള്ള മെറ്റീരിയൽ കാരണം ഈ ഫോളോ ത്രൂ ബെൻഡ് ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ഓവർ ഹാൻഡ് ഫോളോ ത്രൂ ബെൻഡ് എങ്ങനെ കെട്ടാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് നോക്കാം. വീഡിയോ കാണാൻ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.
രണ്ട് കയറുകൾ ഒരുമിച്ച് കെട്ടാനാണ് ഇരട്ട ഓവർഹാൻഡ് ബെൻഡ് ഉപയോഗിക്കുന്നത്. സിംഗിൾ പേഴ്സൺ ലോഡുകൾക്കും ഒപ്പം ഇത് ഉപയോഗിക്കാവുന്നതാണ്. ബെൻഡിനുള്ളിൽ ചെറിയ ചാപങ്ങൾ ഉള്ളതിനാൽ ഒരിക്കൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അഴിക്കാൻ പ്രയാസമാണ്. എന്നിരുന്നാലും റെസ്ക്യൂ ലോഡുകൾക്ക് ഇരട്ട ഓവർഹാൻഡ് ബെൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പ്രൂസിക് ബൈപ്പാസ് കൂടി ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഒരു റെസ്ക്യൂ ലോഡ് ഉപയോഗിച്ച് സജ്ജീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബെൻഡ് കയറിൽ നിന്ന് മുറിച്ചു മാറ്റേണ്ടി വന്നേക്കാം. ഡബിൾ ഓവർഹാൻഡ് ബെൻഡ് എങ്ങനെ കെട്ടാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് നോക്കാം. വീഡിയോ കാണാൻ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡബിൾ ബക്കറ്റ് ബെൻഡ് രണ്ട് അസമമായ വ്യാസമുള്ള വസ്തുക്കൾ ഒന്നിച്ചു ചേർക്കാൻ ഉപയോഗിക്കുന്നു. രണ്ട് ടൈലുകളിലും ഇരട്ട ഓവർഹാൻഡുകൾ ഉപയോഗിച്ച് ഒരു ഡബിൾ ബക്കറ്റ് ബെൻഡ് ബാക്കപ്പ് ചെയ്യാൻ ഒരാൾ ആഗ്രഹിച്ചേക്കാം. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കാനും നിസ്സഹായനായ ഒരു വ്യക്തിയെ രക്ഷിക്കാനും നിങ്ങൾക്ക് കൂടുതൽ കെട്ടുകൾ പഠിക്കാവുന്നതാണ്. ഡബിൾ ബക്കറ്റ് ബെൻഡ് എങ്ങനെ കെട്ടാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് നോക്കാം. വീഡിയോ പ്ലേ ചെയ്യാൻ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വിദഗ്ധരിൽ നിന്ന് കേൾക്കാം. കെട്ടുകൾ, ഹിച്ചുകൾ, ബെൻഡുകൾ എന്നിവയുടെ പ്രായോഗിക ഉപയോഗം മനസ്സിലാക്കാം. വീഡിയോ കാണാൻ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ തമ്പ് നോട്ട് കിട്ടുന്ന വിധമാണ് NDRF വിദഗ്ധർ പറഞ്ഞു തരുന്നത്. രണ്ട് സമമായ ഡയമീറ്ററുകളുള്ള റോപ്പുകൾ ബന്ധിപ്പിക്കാൻ റീഫ് നോട്ടുകൾ ഉപയോഗിക്കാം. ഇവ സ്ലിപ്പറി ആകുന്നില്ല. സുരക്ഷയ്ക്കായി രണ്ട് എൻഡുകളിലും ഓരോ തമ്പ് നോട്ട് വീതം കൊടുക്കാവുന്നതാണ്. ഇവ കൂടുതൽ ബലമുള്ളതാകുന്നു. ക്ലോ ഹിച്ച് കെട്ടാൻ വീഡിയോയിൽ കാണുന്ന മാർഗം ഉപയോഗിക്കാം. തുടർന്ന് ഏതെങ്കിലും ഒബ്ജക്റ്റിൽ ഇട്ട് ക്ലോ ഹിച്ച് ഉറപ്പിക്കാവുന്നതാണ്.
ഇപ്പോൾ കയറുകൾ ഉപയോഗിച്ചുള്ള വിവിധതരം നോട്ടുകൾ, ഹിച്ചുകൾ, വെൻഡുകൾ എന്നിവയെക്കുറിച്ചുള്ള നിങ്ങളുടെ ധാരണ പരിശോധിക്കാൻ നമുക്ക് മറ്റൊരു പ്രവർത്തനം നടത്താം. ഇവിടെ കാണിച്ചിരിക്കുന്ന കെട്ടുകളുടെയും ഹിച്ചുകളുടെയും തരങ്ങൾ തിരിച്ചറിയുക. ചിത്രങ്ങളുമായി പൊരുത്തപ്പെടുന്നത് അതത് ചിത്രത്തിന് കീഴെ സമർപ്പിക്കുക. തുടർന്ന് ക്ലിക്ക് ചെയ്യുക. ഉയരങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ സുരക്ഷ ഉറപ്പാക്കുന്ന വിവിധ റോപ്പ് റെസ്ക്യൂ ഉപകരണങ്ങൾ നമുക്കിനി നോക്കാം. കൂടുതൽ അറിയാൻ ഓരോ ചിത്രത്തിലും ക്ലിക്ക് ചെയ്യുക. കയറ്റം, ബീച്ച് തടയൽ സംവിധാനം, റോപ്പ് റെസ്ക്യൂ, വൈറ്റ് വാട്ടർ റെസ്ക്യൂ തുടങ്ങിയ റോപ്പ് റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ കാരാബിനുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. വിവിധ സാധാരണ അഗ്നിശമന സേന ഉപയോഗങ്ങൾക്ക് ഇവ വളരെ അനുയോജ്യമാണ്. ഭാരമുള്ള വസ്തുക്കളുടെ ഫ്രിക്ഷൻ ബ്രേക്കിംഗ്, കെട്ടുകൾക്ക് പകരമുള്ള ചില ഉപയോഗങ്ങൾ, ബെൻഡുകളും നോട്ടുകളും സുരക്ഷിതമാക്കൽ എന്നിവ കാരാബിനറിന്റെ ചില ഉപയോഗങ്ങളിൽപ്പെട്ടതാണ്. ഘർഷണം നിയന്ത്രിക്കാനും സ്ഥിരമായി കയറിൽ ഇറങ്ങാനും സഹായിക്കുന്നതാണ് ഡിസെൻഡറുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അവ ഒരു റെസ്ക്യൂവറെ ഏത് പൊസിഷനിൽ വേണമെങ്കിലും സ്ഥിരമായി നിൽക്കാൻ സഹായിക്കുന്നു. റോപ്പ് റെസ്ക്യൂവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണങ്ങളിൽ ഒന്നാണ് അസെൻഡർ എന്നറിയപ്പെടുന്നത്. രക്ഷാപ്രവർത്തകർക്ക് സ്വയം മുകളിലേക്ക് കൈകൾ ഉപയോഗിച്ച് കയറുന്നതിന് പകരം അസെൻഡർ ഉപയോഗിച്ച് കയറാവുന്നതാണ്. ഒരു മരത്തിലോ തൂണിലോ പാറയിലോ മറ്റ് ലംബമായ പ്രദേശങ്ങളിലോ കാലുകൾ മുകളിലേക്കും താഴേക്കും ചലിപ്പിച്ച് മുന്നേറുമ്പോൾ ഒരു സീറ്റ് ഹാർനസ് വ്യക്തികളുടെ പോസ്ചർ നിലനിർത്താൻ ഉപയോഗിക്കുന്നു. രക്ഷാപ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന ഫുൾ ബോഡി ഹാർനസുകൾ സസ്പെൻഷൻ ട്രോമ കുറയ്ക്കാനും രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും ഉപകരിക്കുന്നു. നമ്മുടെ കൈകളിലെ ഗ്രിപ്പ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് മിട്ടനുകൾ ഉപയോഗിക്കുന്നത്. അവ റോഡപകടങ്ങൾ, ഉയരങ്ങളിൽ നിന്നും താഴെ കൊക്കകളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒരു റോപ്പ് റെസ്ക്യൂ സമയത്ത് സന്നദ്ധ പ്രവർത്തകർക്ക് പല രീതിയിൽ സഹായിക്കാൻ സാധിക്കും. രക്ഷാപ്രവർത്തന സമയത്ത് സമൂഹത്തിൽ ഓർഡർ പാലിക്കുക, രക്ഷാപ്രവർത്തനത്തിന്റെ റിസോഴ്സസുകൾ നീക്കുന്നതിൽ സഹായിക്കുക, ഇരകളുടെ നീക്കത്തിൽ സഹായിക്കുക, ഒപ്പം അവശ്യ വീട്ടുപകരണങ്ങളുടെ ഗതാഗതത്തിൽ സഹായിക്കാനും രക്ഷാപ്രവർത്തകർക്ക് സാധിക്കും. ഇതോടെ നമ്മൾ ഈ മൊഡ്യൂളിന്റെ അവസാനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ മൊഡ്യൂളിൽ ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വെള്ളം, കിടങ്ങുകൾ, മറ്റ് ഘടനാപരമായ തകർച്ചകൾ എന്നിവ ഉൾപ്പെടുന്ന എല്ലാ റെസ്ക്യൂ സ്പെഷ്യാലിറ്റി ഓപ്പറേഷനുകളിലും റോപ്പ് റെസ്ക്യൂ തത്വങ്ങളിൽ അടിസ്ഥാനമാണ്. കയറുകൾക്ക് ടെൻസൽ ശക്തിയുണ്ട്. അതിനാൽ വലിക്കുക, ഉയർത്തുക തുടങ്ങിയ വിവിധദശ ജോലികൾക്ക് അവ ഉപയോഗിക്കാം. റണ്ണിംഗ് എൻഡ്, ബിറ്റർ എൻഡ്, ബൈറ്റ്, ലൂപ്പ്, നോട്ട്, ബെൻഡ് അല്ലെങ്കിൽ ഹിച്ചസ്, സ്പ്ലൈസസ്, കർണമെന്റൽ എന്നിവയാണ് വ്യത്യസ്ത റോപ്പ് നോട്ട് പദങ്ങൾ. നാച്ചുറൽ ഫൈബർ കയർ, സിന്തറ്റിക് ഫൈബർ കയർ, വയർ റോപ്പ് എന്നിവയാണ് വിവിധതരം കയറുകൾ. കയറിന്റെ സുരക്ഷ നിലനിർത്താൻ ഇനി പറയുന്നവ ചെയ്യണം. കയറിൽ നടക്കുന്നതും നിൽക്കുന്നതും ഒഴിവാക്കുക. കയർ വലിച്ചിടരുത്. ആവശ്യമെങ്കിൽ ഒരു കയർ അധിക സമയം പിരിമുറുക്കത്തിൽ വിടാതിരിക്കുക. എല്ലാ കെട്ടുകളും ആവശ്യം കഴിഞ്ഞാൽ എത്രയും വേഗം നീക്കം ചെയ്യുക. ശുദ്ധമായ ജലം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക. ബാഗിങ്ങിന് മുമ്പ് നനഞ്ഞ കയർ ഏറ്റവും കുറഞ്ഞ സമയത്തേക്ക് ഉണക്കുക. തമ്പ് നോട്ട്, റീഫ് നോട്ട്, ഗ്രാനി അല്ലെങ്കിൽ തീഫ് നോട്ട് എന്നിവയാണ് വിവിധതരം നോട്ടുകൾ. ടിംബർ ഹിച്ച്, റൗണ്ട് ടേൺ വിത്ത് 2 ഹാഫ് ഹിച്ചസ്, പ്രൂസിക് ഹിച്ച്, ക്ലോവ് ഹിച്ച് എന്നിവയാണ് വിവിധതരം ഹിച്ചുകൾ. ഷീറ്റ് ബെൻഡ്, ഡബിൾ ഷീറ്റ് ബെൻഡ്, സ്ക്വയർ ബെൻഡ്, ഓവർഹാൻഡ് ഫോളോ ത്രൂ ബെൻഡ്, ഡബിൾ ഓവർഹാൻഡ് ബെൻഡ് ആൻഡ് ഡബിൾ ബക്കറ്റ് ബെൻഡ് എന്നിവയാണ് വിവിധതരം ബെൻഡുകൾ. ഡിസെൻഡറുകൾ, അസെൻഡറുകൾ, സീറ്റ് ഹാർനസ്, ഫുൾ ബോഡി ഹാർനസ്, മിട്ടൺസ് എന്നിവയാണ്
റോപ്പ് റെസ്ക്യൂ ഉപകരണങ്ങളായി അറിയപ്പെടുന്നത്. കൂടാതെ കാരാബിനറുകളും. ഇനി നമുക്ക് നിങ്ങളുടെ ധാരണ പരിശോധിക്കേണ്ട സമയമാണ്. തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. എല്ലാ ചോദ്യങ്ങളും ഒരുപോലെ മൂല്യമുള്ളവയാണ്. ഈ മൊഡ്യൂൾ വിജയകരമായി പൂർത്തിയാക്കാൻ കുറഞ്ഞത് 60% സ്കോർ ചെയ്യേണ്ടതുണ്ട്. ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് ഉചിതമായ ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുക. ഉചിതമായ ഓപ്ഷനുകൾ സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക. നന്ദി. നിങ്ങൾ ഈ മൊഡ്യൂൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു.